പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആരുടെയോ വേണ്ടപ്പെട്ടവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. ടി ഗൗരി ഓടി വന്ന് നന്ദു അവളെ കെട്ടിപ്പിടിച്ചു. നീ പോയിട്ട് ഒരുപാട് ദിവസമായ പോലെ തോന്നുക. പോടി, അതൊക്കെ നിന്റെ തോന്നില്ല. ഗൗരി അകത്തേക്ക് കയറി. രണ്ടാളും കൂടി സോപാനത്തിലിരുന്നു. പറയടി, നിന്റെ വിശേഷമൊക്കെ. ഹരിയേട്ടൻ എന്തു പറയുന്നു? രണ്ടാളും കൂടി പമ്മിയിരുന്ന് പാല് കുടിച്ചിട്ട് എനിക്കൊരിക്കലും വിശ്വാസമില്ലായിരുന്നു. നന്ദുവിൻ്റെ വാക്ക് കേട്ട് ഗൗരി വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാലും എൻ്റെ ഗൗരി, നീ എന്നോട് പോലും പറയാതിരുന്നത് കുറച്ച് കഷ്ടമായിപ്പോയി. നിന്നെ ഞാൻ സമ്മതിച്ചോ? നന്ദു തൻ്റെ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് അവളുടെ മുന്നിൽ നമസ്കരിച്ച് കാണിച്ചു. ഗൗരിയുടെ മൗനത്തിലും നന്ദു വാചാലയാകുകയാണ്. നന്ദു, ഇന്ന് ഈവനിങ് അഫയുടെയൊക്കെ വീട്ടിലേക്ക് പോവാ. ഇവിടെ ഗൗരിയും ഇല്ലാത്തതുകൊണ്ട് അവൾക്കാകെ ബോറാണെന്ന് അവൾ പറഞ്ഞു. നീ എങ്ങനെ പോകും? ഒറ്റയ്ക്കാണോ? ഏയ് അല്ലടി, അഫയേട്ടൻ വന്നിട്ടുണ്ട്. ടൗണിൽ വരെ പോയതാ, ഇപ്പോൾ എത്തും. അത് കേട്ടതും ഗൗരിക്കാകെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇനിയും അഭിയേട്ടനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. പാവം, അന്ന് ഫോൺ വിളിച്ച തന്നോട് ഒരുപാട് സങ്കടത്തോടെ സംസാരിച്ചു തോർത്തപ്പോൾ അവൾക്ക് പിന്നെയും മനസ്സിലൊരു നീറ്റൽ പോലെ. ഗൗരി, നീ ഇതേത് ലോകത്താ? ഇങ്ങോട്ട് വന്നേ. ഞാനേ കുറച്ച് രഹസ്യങ്ങളൊക്കെ നിന്നോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. നന്ദു ആണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. എന്നിട്ട് അകത്തേക്ക് പോയി. എന്താടി? ഓ, എൻ്റെ കൈ വേദനിക്കുന്നു. ഗൗരി അവളുടെ പിടുത്തം പിടിവിച്ചു. ഡി, ഈ ആദ്യരാത്രി എന്നൊക്കെ പറയുന്നത് ഫിലിമിൽ കാണുന്ന പോലെയാണോ? നീ സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂക്കെ ചൂടിയാണോ ചെന്നത്? നന്ദു തൻ്റെ സംശയം പതുക്കെ ശബ്ദം താഴ്ത്തി ഗൗരിയോട് ചോദിച്ചു. എൻ്റെ നന്ദു, നീ വേറെന്തെങ്കിലും ചോദിക്ക്. അവളുടെ ഓരോ വർത്താനങ്ങളെ. ഗൗരി അവളെ നോക്കി കണ്ണുരുട്ടി. ഓ, പറയാൻ വിഷമമാണെങ്കിൽ വേണ്ട. നമ്മളൊക്കെ ഇപ്പം അന്യായി. നന്ദു ആണെങ്കിൽ മുഖത്തൊരുപാട് സങ്കടം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഡി, നീ വേറെ വല്ലതും പറ, എനിക്ക് പോണം. ഗൗരി ധൃതി വെച്ചു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അഭിയേട്ടൻ വന്നു. നീ വാടി ഗൗരി. നന്ദുവിൻ്റെ പിന്നാലെ ഗൗരിയും റൂമിൽ നിന്നിറങ്ങി. ഗൗരിയെ കണ്ടതും അവൻ്റെ മുഖം പ്രകാശിച്ചു. ഗൗരി എപ്പോൾ എത്തി? കുറച്ച് സമയമായി, പോകാൻ തുടങ്ങുമായിരുന്നു. ഗൗരിക്ക് സുഖമല്ലേ? അവൻ്റെ ശബ്ദം ഇടറിയോ എന്ന് അവൾക്ക് തോന്നി. അതെ, അവൾ മറുപടിയും കൊടുത്തു. നന്ദു, ഗൗരിക്ക് എന്ത് കൊടുത്തു വന്നിട്ട്? അയ്യോ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവള് വന്നത്. ഡി, ഞാൻ ഇപ്പോൾ വരാമേ. നന്ദു അകത്തേക്ക് ഓടിപ്പോയി. ഒരു വേള അബിയുടെയും ഗൗരിയുടെയും കണ്ണുകൾ ഒന്ന് കോർത്തു. ഹരി വന്നിട്ട് പോയോ? അബിയുടെ ഹരിയെ അറിയോ? ഇല്ല. എന്തേ? അല്ല, പേര് ചോദിച്ചോണ്ട്. അത് നന്ദു പറഞ്ഞതാ. ഗൗരി ഇന്ന് തിരിച്ചു പോവോ? പോകുമോ അഫിയേട്ടാ? ഹരിയെന്നെ വിളിക്കാം എന്നാ പറഞ്ഞേ. അവളുടെ കഴുത്തിൽ കിടന്ന താലിയിലേക്ക് അവൻ്റെ മിഴികൾ പാഞ്ഞു. തൻ്റെ പെണ്ണായി താൻ ചാർത്തിയ താലിയും നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് ഇവൾ വരുന്നതായി എത്ര തവണ സ്വപ്നം കണ്ടു. ഒടുവിൽ അവൻ്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നന്ദു അവർക്ക് കുടിക്കുവാനുള്ള ജ്യൂസുമായിട്ട് വന്നു. ഡി, നിനക്ക് പോകാൻ തിരക്കുണ്ടോ? ഞാൻ ബിരിയാണി വരുത്തിക്കാം. വേണ്ട നന്ദു, അതൊക്കെ പിന്നീടാവാം. ശോ, നീ ഇത്ര പെട്ടെന്ന് പോകാനാണോ വന്നത്? ഞാൻ ഇനിയും വരാൻ നന്ദു, നീ ടെൻഷൻ ആവണ്ട. ഗൗരി ഒറ്റ വലിക്ക് ജ്യൂസ് കുടിച്ച് തീർത്തിട്ട് പോകാനായി ഇറങ്ങി. എടീ, ഇതേ ചാമ്പങ്ങ ഒരുപാടുണ്ടായി കിടപ്പുണ്ട്. നിനക്ക് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുപോയിക്കോ. ഗൗരി ചാമ്പമരത്തിലേക്ക് നോക്കി. അറിയാതെ അബിയെയും. നിനക്ക് വേണോ? ഞാൻ കവർ എടുത്തു തരാം. വേണ്ട നന്ദു, ഹരിയുടെ വീട്ടിൽ ഒരുപാടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഗൗരി രണ്ടാളോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അവളുടെ പോക്കും നോക്കിക്കൊണ്ട് അബി നിന്നു. അവൻ ഒരുപാട് അവളെ സ്നേഹിച്ചിരുന്നു എന്ന് നന്ദുവിന് മനസ്സിലായി. അമ്മാളുമാണെങ്കിൽ അന്ന് കോളേജിലെത്തിയപ്പോൾ ഡോൺ വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം തിരിഞ്ഞത്. എന്നും അവൻ ക്യാമ്പസിൻ്റെ അകത്തുള്ള ഒരു നെല്ലിമരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്.
പക്ഷെ അവനവിടെ ഇല്ലായിരുന്നു. അമ്മാളുൻ്റെ മിഴികൾ ആ ക്യാമ്പസ് മുഴുവനും ഓടി നടന്നു. പക്ഷെ ഡോണിനെ മാത്രം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾ ഓർത്തു. ഒരുപക്ഷെ ആ നശിച്ച സ്വപ്നമാകുമെന്ന് അവൾ വിശ്വസിച്ചു. ആദ്യത്തെ 2 പീരീഡ് കഴിഞ്ഞുള്ള ഇൻ്റർവെൽ ടൈം. കുറച്ചു കുട്ടികൾ വരാന്തയിൽ കൂടി നടക്കുന്നു. എന്തൊക്കെയോ അടക്കിപ്പറച്ചിലുകൾ. ചിലരൊക്കെ തൻ്റെ ക്ലാസ്സിലേക്ക് നോക്കുന്നു. അമ്മാളുൻ്റെ നെഞ്ചിടിപ്പിന് വേഗതയേറി. അപ്പോഴേക്കും ദേവ് അവർക്കരികിലേക്ക് ഓടി വന്നു. ഡി മാളവിക, എന്താടാ, നീ ഏത് ദൈവത്തോടടി പ്രാർത്ഥിച്ചത്? എന്ത്? അല്ല, ആ ഡോണിൻ്റെ ശല്യം തീരാൻ. എന്താടാ, ഡോണിന് എന്തു പറ്റി? അവൾ പോലും അറിയാതെ അവളുടെ ശബ്ദമുയർന്നു. ഏ, അപ്പം നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ദേവ് പറഞ്ഞതും കുറച്ച് കുട്ടികൾ അവൻ്റെ വട്ടം കൂടി. ഇല്ല, എന്താടാ നീ പറയ? ആ ഡോണില്ലേ, അവനിന്ന് വെളുപ്പിന് ആക്സിഡൻ്റായി. എന്താ പറ്റിയതെന്നൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല. അത് കേട്ടതും അമ്മാൾ ഒരൊറ്റ അലർച്ചയായിരുന്നു. ക്ലാസ്സിലിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. നിഹ, അവൻ എന്താടി പറ്റിയത്? നീ ഒന്ന് ആരോടെങ്കിലും ചോദിക്ക് പ്ലീസ്. കരഞ്ഞുകൊണ്ട് പറയുന്ന അമ്മാളുവിനെ എല്ലാവരും നോക്കി. ഇനി അവളുടെ ചേട്ടന്മാരാരെങ്കിലും എന്തെങ്കിലും പണി കൊടുത്തോ? അതാണ് കുറച്ച് കുട്ടികൾ അടക്കം പറയുന്നത്. അപ്പോഴേക്കും ബെൽ മുഴങ്ങി. അമ്മാളു തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ചു. എന്നിട്ടും അവ ഒരു മഴയായി പെയ്തിറങ്ങി. മാളു, കണ്ണു തുടയ്ക്ക്, നിമ്മി മിസ് ഇപ്പോൾ വരും, നിഹ മെല്ലെ പറഞ്ഞു. അപ്പോഴേക്കും നിമ്മി മിസ് അവരുടെ ക്ലാസ്സിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കുട്ടികളെല്ലാവരും എഴുന്നേറ്റു. പെട്ടെന്നാണ് ക്ലാസ് വൈസ് ആയിട്ട് മൈക്കിൽ കൂടെ പ്രിൻസിപ്പൽ സാറിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഡോൺ അലക്സ് എന്ന വിദ്യാർത്ഥി ഇന്ന് വെളുപ്പിനുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ഇപ്പോൾ അയാളെ ഒരു മേജർ സർജറിക്ക് കയറ്റിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അയാൾ റിക്കവറായി വരാൻ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. മാളു നിഹയെ വേദനയോടെ നോക്കി. എടി, ഡോണിന് അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കോ? എനിക്ക് പേടിയാവുന്നു. മാളു, നീ മിണ്ടാതിരിക്കുക, നിഹ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. മിസ്, എന്തായിരുന്നു സംഭവിച്ചത്? എന്തു പറ്റിയ ചേട്ടന്? ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരായി അവരോട് ചോദിച്ചു. ഡോണിൻ്റെ അങ്കിൾ മരിച്ചുപോയി ഇന്ന് വെളുപ്പിന്. അതറിഞ്ഞ് ഡോൺ നാട്ടിലേക്ക് പോയതാ. പോകുമ്പോഴേ അപകടം ഉണ്ടായത്. റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ഒരു വണ്ടി ഇടിച്ചതാ. ഡോണിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കില്ല. പാവം പയ്യൻ, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. മിസ്സ് പറഞ്ഞ വാചകങ്ങൾ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അവന് ഒരാപത്തും സംഭവിക്കരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് മാളു. നിഹ അവളെ നോക്കി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് അവളുടെ ഇരിപ്പെന്ന് അവൾക്ക് തോന്നി. നിമിഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായി. ഇന്നലെ ഈ സമയത്ത് അവൻ തനിക്ക് വേണ്ടി കാത്തിരുന്നത് മാളു ഓർത്തു. നിഹ, ഞാൻ ആഫ്റ്റർനൂൺ ലീവ് എടുക്കുക. എനിക്ക് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോകണം. നീ വരുന്നോ കൂടെ? മാളുവിൻ്റെ ചോദ്യം കേട്ടതും നിഹ ഒന്ന് പകച്ചു. എടി, നീ എന്താ ഇപ്പം പറയുന്നേ? നിഹ, എനിക്ക് ഡോണിനെ കാണണം, അല്ലാതെ സമാധാനം കിട്ടില്ല. മാളു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ്റെ ആക്സിഡൻറ്റുമായി നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? വാട്ട് യു മീൻ നിഹ? അല്ല മാളു, നിന്റെ വീട്ടുകാരോടെങ്ങാനും പറഞ്ഞിട്ട് ഇനി അവരാണോ ഈ ആക്സിഡൻറ്റിന് പിന്നിൽ? ഞാൻ വെറുതെ ചിന്തിച്ചു. മാളു അവളെ തുറച്ചു നോക്കി. എന്നിട്ട് ബാഗും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. നിഹ അവളെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ പിന്തിരിഞ്ഞു പോലും നോക്കാൻ കൂട്ടാക്കിയില്ല. മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അവളൊരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. റിസപ്ഷനിലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. അവൾക്കൊപ്പം ചെറിയ ഭയം തോന്നി. ഡോണിൻ്റെ കൂടെ എപ്പോഴുമുള്ള 1-2 ബോയ്സിനെ അവൾ കണ്ടു. അവരോട് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് അവൾ ഓർത്തു. പക്ഷെ അവർ ഒരു പുച്ഛഭാവത്തിലാണ് അവളെ നോക്കിയത്. മാളു, പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം അവൾ തിരിഞ്ഞു നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു യുവതി അവളുടെ കയ്യിൽ വന്ന് പിടിച്ചു. അവൾക്കവരെ മനസ്സിലായില്ല.
അവർ വിങ്ങി വിങ്ങി കരയുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് അവരെ പിടിച്ച് കസേരയിലെടുത്തു. കസേരയിലിരുത്തി തന്നെ പേരെടുത്ത് വിളിച്ച് ഇവർ ആരാണെന്ന് അവൾ ചിന്തിച്ചു നിൽക്കുകയാണ്. ആ സ്ത്രീയോടൊപ്പം വേറെ സ്ത്രീകൾ ആരുമില്ല. അവർ കൈകൾ രണ്ടും മുഖത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് കസേരയിലിരുന്ന് കണ്ണീർ പൊഴിക്കുകയാണ്. മാളു അവരുടെ അടുത്ത് ചെന്നിരുന്നു. അവരുടെ ചുമലിൽ പിടിച്ചു. മിഴികൾ ഉയർത്തിയ അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഡോണിൻ്റെ അമ്മയാണോ? അല്പം കഴിഞ്ഞതും അവൾ ചോദിച്ചു. അവർ അതേന്ന് തലയാട്ടി. എൻ്റെ മമ്മിക്കറിയാം തൻ്റെ കാര്യം. ഞാൻ മമ്മിയോട് സംസാരിച്ചു. ആദ്യം മമ്മി എതിർത്തു, പക്ഷേ ഇപ്പം മമ്മിക്ക് സമ്മതമാണ്. തൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് മമ്മി, ഒരുപാട് ഇഷ്ടമായി. ഡോൺ തലേദിവസം പറഞ്ഞ വാചകം അവൾ ഓർത്തു. മമ്മി കരയില്ല, ഡോണിനൊരു കുഴപ്പവും വരില്ല, ഇടറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അവർ കയ്യിലിരുന്ന കൊന്തയിൽ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹലോ, അത് ഡോക്ടർ അലക്സാണ്. മോനെ സർജറിക്ക് കയറ്റി. ഡോണിൻ്റെ മമ്മിയെ കൊണ്ടുവന്ന് കസേരയിലിരുത്തിയ ആള് അവൻ്റെ പപ്പയാണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. ഇടയ്ക്കെല്ലാം അയാൾക്ക് ഫോൺ കോൾ വന്നുകൊണ്ടേയിരുന്നു. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. 1-2 ഡോക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ അലക്സ്, ഓപ്പറേഷൻ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് താങ്കളോട് പറഞ്ഞിരുന്നല്ലോ. ഡോണിന് കുഴപ്പമൊന്നുമില്ല. ഡോണിൻ്റെ പപ്പയുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു. അലക്സും ആനയും ഡോക്ടറിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി. ഡോക്ടർ അലക്സിനോട് എന്തൊക്കെയോ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഷയിൽ. ഡോണിന് കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ടപ്പോൾ തന്നെ മാളുവിൻ്റെ ഹൃദയം തുടികൊട്ടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് മോനെ ഒന്ന് കാണാൻ പറ്റുമോ? ആനി ചോദിച്ചു. മാളുവിൻ്റെ മനസ്സിലും അതായിരുന്നപ്പോൾ. പിന്നെന്താ, കാണാലോ. അകത്തേക്ക് കയറണ്ട കേട്ടോ, ഇൻഫെക്ഷൻ ആവും. ഡോർ ഗ്ലാസ്സിൽ കൂടി നിങ്ങൾക്ക് കാണാം. നാളെ കൂടി സർജിക്കൽ ഐസിയുവിലായിരിക്കും. മറ്റന്നാൾ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഡോണിൻ്റെ പപ്പയുമായിട്ട് ഡോക്ടർ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു. മാളു അവൻ്റെ മമ്മിയെ നോക്കി. മമ്മി, ഡോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ, മമ്മി കരയാതെ. അവൾ അവരെ സമാധാനിപ്പിച്ചു. ഡോണിൻ്റെ പപ്പയപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു. ആനി, നമുക്ക് മോനെ കാണാം, താൻ വരൂ. അയാൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മാളുവിന് അവനെ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നി. പക്ഷെ ഒന്നും അവരോട് പറയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അവൾ. കുറച്ചു മുന്നേ നടന്നതും ഡോണിൻ്റെ മമ്മി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. മോൾക്ക് കാണണോ അവനെ? അവർ ചോദിച്ചു. അവൾ കാണണമെന്ന് ശിരസ് ചലിപ്പിച്ചു. അവർ അവളെയും പിടിച്ചുകൊണ്ട് ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. അലക്സ് അവളെ നോക്കി. ഡോണിൻ്റെ ഫ്രണ്ടാ, ആനി പറഞ്ഞു. അയാൾ വെറുതെ മൂളി. മിടിക്കുന്ന ഹൃദയവുമായി അവർ മൂവരും ഗ്ലാസ്സിലൂടെ നോക്കിക്കണ്ടവനെ. മയക്കത്തിലായിരുന്നു ഡോൺ. ഒരു ഡോക്ടർ വന്ന് അലക്സിനോട് അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞുവെങ്കിലും അയാൾ വിസമ്മതിച്ചു. പിന്നീടാവാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി. കുറച്ച് സമയം കൂടി അവർ അവനെ നോക്കി നിന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. മമ്മി, ഞാൻ നാളെ വരാം. നേരം ഒരുപാടായി, പോകട്ടെ. അവൾ ആനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് പോയിക്കോ. ഹോസ്റ്റലിലൂടെ അടുത്താണോ? 1/2 മണിക്കൂറുണ്ട് മമ്മി. മോളെ കൊണ്ടുപോയി വിടണോ? വേണ്ട, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം. മമ്മി, വേറെ ആരുമില്ലേ? മമ്മിയും പപ്പയും മാത്രമേ ഉള്ളൂ. എൻ്റെ മൂത്ത ചേട്ടൻ മരിച്ചുപോയി. ആൾക്ക് ക്യാൻസർ ആയിരുന്നു മോളെ. ഇച്ചായനെ കാണാൻ വന്നതാണ് ഡോണ്. അപ്പോൾ അവരുടെ വാക്കുകൾ മുറിഞ്ഞു. പിന്നീട് ഒന്നും മാളു അവരോട് ചോദിച്ചില്ല. നാളെ വരാമെന്ന് പറഞ്ഞ് അവൾ രണ്ടാളോടും യാത്ര പറഞ്ഞിറങ്ങി. ഈശ്വര, കുഴപ്പമൊന്നുമില്ലല്ലോ, നീ കാത്തു. മാളു ദൈവത്തോട് 1000 ആവർത്തി നന്ദി പറഞ്ഞു. ഏകദേശം 3 മണിയോടെ ഗൗരിയെ കൊണ്ടുപോകാനായി ഹരി എത്തി. അവളപ്പോൾ ഒരുങ്ങി നിൽക്കുകയാണ്. സീത കൊടുത്ത ചായയും കുടിച്ച് 1/2 മണിക്കൂർ അവരോട് സംസാരിച്ചിട്ടാണ് ഹരിയും ഗൗരിയും കൂടി തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. തുടരും.